തിരുവനന്തപുരത്തെ പാലോടിൽ കുടുംബമായി മോഷണം നടത്തുന്ന സംഘം പിടിയിൽ. പ്രതികൾ ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിയത്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ദമ്പതിമാരായ കുടുംബത്തിലെ 4 പേർ ഒന്നിച്ചാണ് മോഷണം. ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണമാണ് പ്രതികളുടെ രീതി. മോഷണം മുതൽ ഭാര്യമാർ വിൽപ്പന നടത്തും. സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യും. ഈ പണം ഉപയോഗിച്ച് പ്രതികൾ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് സ്വദേശി കൊപ്രവിജു എന്ന് വിളിക്കുന്ന രാജേഷ്, ഇയാളുടെ ഭാര്യ ഉടുമ്പൻചോല സ്വദേശിനി രേഖ, നന്ദിയോട് സ്വദേശി റമോ എന്ന് വിളിക്കുന്ന അരുൺ, ഭാര്യ വെള്ളയദേശം സ്വദേശിനി ശില്പ എന്നിവരാണ് അവസാനം പോലീസിന്റെ വലയിലായത്. മലയോര മേഖലയായ പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 മാസമായി ഇവർ നിരവധി മോഷണം നടത്തി. കഴിഞ്ഞ 30-ന് പാലോട് സ്റ്റേഷനിലെ ആലമ്പാറയിലെ തമിഴ്നാട് സ്വദേശിയായ മാരീശന്റെ വീട്ടിൽ നിന്ന് 45 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും ഇവർ കവർന്നു. സംഭവത്തിൽ നെടുമങ്ങാട് ഡിവൈഎസ്പി KS അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുള്ള വീടുകൾ ഐഡന്റിഫൈ ചെയ്താണ് ഇവർ പ്രധാനമായും മോഷണം നടത്തുന്നത്. മോഷണം നടത്തിയ മുതലുകൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയാണ് വിൽപ്പന നടത്തുന്നത്. വിൽക്കാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ ഇവരുടെ ഭാര്യമാരുടെ പേരിൽ ബാങ്കുകളിൽ പണയം വയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കിട്ടിയ പൈസ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ സ്വന്തമായി വീട് വാങ്ങി വസ്തുവും വീടും വാങ്ങാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തി വന്നിരുന്നത്. അതിന് മുന്നോടിയായി കോയമ്പത്തൂരിൽ തന്നെ 2 വാടക വീട് അവർ അറേഞ്ച് ചെയ്ത് താമസിച്ചാണ് ഈ പാലോട് മേഖലകളിലുള്ള മോഷണം അവർ ഓപ്പറേറ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.